ഹലോ. എൻ്റെ കൂട്ടുകാരെ, ഇടിച്ചക്ക ഉപ്പേരി കാണണോ നിങ്ങൾക്ക്? ഇടിച്ചക്ക തോരൻ, ഇടിച്ചക്ക ഉപ്പേരി, കൊടിത്തൂവൽ, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചക്കയുടെ മിനിയേച്ചർ ഫോമായ ഇടിച്ചക്കയെ കൊണ്ടുണ്ടാക്കുന്ന ഈ വിഭവം തൃശ്ശൂർ, പാലക്കാടൊക്കെ ഭയങ്കര പെരുമയുള്ള ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അപ്പോൾ പാചകം ഒരു കലയാണല്ലോ, വാചകവും. എനിക്ക് രണ്ടാമത് പറഞ്ഞ കലയാണ് കേട്ടോ കൂടുതലിഷ്ടം. എങ്കിലും ജീവിച്ചു പോണ്ടേ, അതുകൊണ്ട് ഇതിൽ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തണമെന്ന് മാത്രം. അപ്പോൾ പാലക്കാട്ടുകാരുണ്ടാക്കുന്ന ഈ കൊടിത്തൂവലിന് ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഇടിച്ചക്ക തോരനേക്കാൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ഞാൻ പറയാം. ഇപ്പോൾ ഈ കൊടിത്തൂവൽ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ആദ്യം ഞാൻ പറയാം. ഞാനിതിനെ ആദ്യം ചക്ക കഷ്ണങ്ങളാക്കി വേവിച്ചു. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കുക. അതിനെ എന്നിട്ട് മിൻസ് ചെയ്യണം. മിൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ പിച്ചി ചെറിയ കഷ്ണങ്ങളാക്കാം, വെന്ത സാധനം ആയതുകൊണ്ട്. അല്ലെങ്കിൽ മിക്സിയിലൊന്ന് കറക്കാം, അല്ലെങ്കിൽ അമ്മിയിൽ വെച്ച് ചതച്ചെടുക്കാം. എങ്ങനെയായാലും ചക്ക പൊടി പൊടിയായിട്ട് ഒരു ഫോമിലേക്ക് നമ്മൾ എത്തിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് അരിയും കുരുമുളകും കൂടി വറുത്ത് പൊടിക്കണം. അരിയും കുരുമുളകും വറുത്ത് പൊടിച്ചത് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടുത്ത ഇൻഗ്രീഡിയൻ്റാണ്. അത്രയും പ്രിപ്പറേഷൻ ഭാഗം കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് സൈഡിലേക്കും നീങ്ങാം. അടുപ്പത്ത് ചട്ടി വയ്ക്കുന്നു, വെളിച്ചെണ്ണ ഒഴിക്കുന്നു, കടുക്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില ഇട്ട് പൊട്ടിക്കുന്നു. കടുക് വറ ഓക്കെ. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ഇടിച്ചക്കയെ അതിലേക്ക് ഇടും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതായതുകൊണ്ട് പിന്നെ അതിൽ ഉപ്പിൻ്റെ ആവശ്യമൊന്നും വരില്ല. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. ഈ വറുത്തിട്ടയിലിട്ടിട്ട് ഈ എണ്ണയിലും ഈ കറിവേപ്പില, ഉഴുന്നുപരിപ്പ്, കടുകിൽ നന്നായിട്ട് അത് മിക്സ് ആവുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ പൊടി അരിയും കുരുമുളകും കൂടിയും വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ വറുത്ത് പൊടിച്ചെടുത്തുക. അതിനെ ആ പൊടിച്ചെടുത്ത പൊടി പൗഡർ ഫോമിലുള്ളത്, അതായത് നമ്മൾ ഈ ഇഡ്ഡലിക്കൊക്കെ പൊടി ഉണ്ടാക്കി കഴിക്കില്ലേ, ഇഡ്ഡലിപ്പൊടി, ദോശപ്പൊടി, അതൊക്കെ അതിൻ്റെ കൂടെ നമ്മൾ വെളിച്ചെണ്ണ ചാലിച്ച് കഴിക്കാനായിട്ട് ഉപയോഗിക്കണം. അതേ ഫോമിൽ തന്നെ ആയിരിക്കും അത്. അതിനെ അതിലിട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇടിച്ചക്ക കൊടിത്തൂവലെന്ന് പറയുന്ന ഈ സാധനം റെഡിയായി. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനാണ് ഏറ്റവും സ്വാദിഷ്ടമായ വിഭവമാണത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും പരിചിതവുമായിരിക്കും. ഇനി ഇത് വിവിധ നാടുകളിൽ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേര്, ഇതുണ്ടാക്കുന്ന രീതിയൊന്നും എനിക്കറിയില്ല. എന്നാൽ ഞങ്ങൾ തൃശ്ശൂർക്കാർ കുറച്ചും കൂടി മാറ്റത്തോടു കൂടെ ഇതുണ്ടാക്കും. അതായത് ഇതിൽ ഞങ്ങൾ കുറച്ച് ഈ പൊടി, അതായത് ഈ നമ്മൾ കുരുമുളകും അരിയും കൂടി പൊടിച്ചിട്ടതിന് പകരമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ കുറച്ച് ചെറിയ ഉള്ളി, തേങ്ങ, പിന്നെ വറ്റൽമുളക്, ഇത് മൂന്നും കൂടി പൊടിച്ചിട്ട് ചതച്ചിട്ട് അതാണ് ചേർക്കുക. അത് ചേർത്താൽ ഒന്നുകൂടി സ്വാദ് കൂടുതലാണ് കേട്ടോ. എനിക്ക് അതിനോടാണ് താല്പര്യം. പക്ഷെ എൻ്റെ ഭർത്താവ് ഒരു പാലക്കാട്ടുകാരൻ, വാണിയംകുളത്തുകാരനൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഞാൻ എപ്പോഴും അധികം പ്രയോറിറ്റി ഇങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് കൊടുക്കാറെന്ന് മാത്രം. അപ്പോൾ ഇത് കുറേ ഇൻഗ്രീഡിയൻസും ഒന്നും ഇല്ലാത്തതായതുകൊണ്ടും പ്രിപ്പറേഷൻ കണ്ട് ബോറടിക്കണ്ട എന്നുള്ളതുകൊണ്ടും നിങ്ങളിപ്പോൾ ഹെഡ്ഫോണൊക്കെ വെച്ച് കുട്ടികൾക്കൊക്കെ ഒരു പാട്ട് കേൾക്കുന്ന ലാഘവത്തോടെ ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. വിഷ്വൽ കണ്ട് കഷ്ടപ്പെടണ്ട, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കേക്ക് വേണ്ടു. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ വിഭവം പരീക്ഷിച്ച് ഉച്ചയൂണിനോടൊപ്പം അല്ലെങ്കിൽ അത്താഴത്തോടൊപ്പം എങ്ങനെയാണെങ്കിലും ശ്രമിച്ചു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരൂ. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു ഗൈസ്.